യുഎസും ഇറാനും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ ചർച്ചകൾ നടത്തുമെന്ന് റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനം ചർച്ചകൾ നടക്കുമെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചർച്ചകൾക്ക് ടെഹ്റാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നേരിട്ട് ചർച്ചകൾ പുനരാരംഭിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 21-ന് വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുമ്പ് 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കരാറിലെത്താനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വേദിയും സമയവും തീരുമാനിച്ചിട്ടില്ലെന്നും എന്നാൽ ചർച്ച വ്യാഴാഴ്ച നടന്നേക്കാമെന്നും ഒരു മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മാധ്യമങ്ങളുടെ റിപ്പോർട്ടനുസരിച്ച് ഇസ്ലാമാബാദിലോ ജനീവയിലോ ആയിരിക്കും പുതിയ ചർച്ചകൾക്ക് വേദി ഒരുങ്ങുക. ഇറാൻ പ്രതിനിധികൾ വിളിച്ചിട്ടുണ്ടെന്നും അവരൊരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഈ നീക്കങ്ങൾ ഉണ്ടായത്. ആദ്യം നടന്ന ചർച്ചകൾക്കിടയിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നും ഇരുപക്ഷവും കരാറിലെത്തുമെന്ന് ശക്തമായ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എന്നാൽ വളരെ വേഗം കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നുവെന്നും പാകിസ്ഥാൻ സർക്കാർ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ നാവിക ഉപരോധം ആരംഭിച്ചതോടെ യുദ്ധഭീതി ഉയർത്തുന്ന നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. ഇറാനെതിരെ സമ്പൂർണ്ണ നാവിക ഉപരോധമെന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഹോർമൂസ് വഴി ഒരു കപ്പലുകളും കടത്തിവിടില്ലെന്ന നിലപാടാണ് അമേരിക്ക. ഹോർമൂസ് ഉപരോധത്തിന് പുറമെ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ലക്ഷ്യം വെച്ച് 15 യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാനെ ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണമാണ് കപ്പലുകളുടെ വിന്യാസം എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഹോർമൂസ് വഴിയുള്ള നിയന്ത്രിത കപ്പൽ ഗതാഗതത്തിന് അനുമതി നൽകിയിരുന്നുവെങ്കിലും അമേരിക്കൻ ഉപരോധത്തോടെ ഹോർമൂസ് ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ലോകത്തിലെ ആകെ എണ്ണ നീക്കത്തിന്റെ 5-1 ഹോർമൂസ് കടലിടുക്ക് വഴിയാണെന്നിരിക്കെ ഇപ്പോൾ ഹോർമൂസിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷം തുടങ്ങിയ ശേഷം ഏകദേശം 20,000 നാവികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും കപ്പൽ നീക്കം വ്യാപകമായി തടസ്സപ്പെടുന്നുവെന്നും ദിനംപ്രതി ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നുവെന്നും ആന്റോണിയോ ഗുട്ടറസ് ഓർമ്മിപ്പിച്ചു. അമേരിക്ക വീണ്ടും യുദ്ധത്തിനൊരുങ്ങിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. ഗൾഫിലെയും ഒമാനിലെയും അടക്കം അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ തുറമുഖങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ ഹോർമൂസ് ഇറാന്റെ സ്വത്തല്ല എന്ന നിലപാടുമായി UAE രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടെ മേഖലയിലെ 5 രാജ്യങ്ങളോട് ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇറാനോടുള്ള അവരുടെ അന്താരാഷ്ട്ര കടമകൾ ലംഘിച്ചുവെന്നും യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു ഇറാന്റെ ആവശ്യം. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായി സ്വതന്ത്രമാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കടലെടുക്കിലെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും ഫ്രാൻസും ചർച്ച ചെയ്തു. അതേസമയം GCCയിൽ നിന്നുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തില്ലെന്ന് US വ്യക്തമാക്കി. ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കിയിട്ടില്ലെന്ന് ഇറാനും അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് 20,000 കിലോ അവശ്യ മരുന്നുകൾ കൂടി ഇറാൻ എംബസിക്ക് അയച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ഇടപാടുകൾക്ക് പണം നൽകുന്ന കപ്പലുകളെ തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന ഇന്ത്യൻ ടാങ്കറുകൾ ഇറാന് ടോൾ ഒന്നും നൽകുന്നില്ലെന്ന് ഡൽഹിയിലെ ഇറാൻ അംബാസഡർ തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യൻ കപ്പലുകൾക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ടോൾ നൽകുന്നുണ്ടെന്ന വാർത്തകൾ ഇന്ത്യൻ സർക്കാരും നേരത്തെ നിഷേധിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന മന്ത്രാലയതല യോഗങ്ങളിലും LPG വഹിച്ചുകൊണ്ടുവരുന്ന കപ്പലുകൾ ഇത്തരത്തിൽ പണമൊന്നും നൽകുന്നില്ലെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ പതാക വഹിക്കുന്നതോ ഇന്ത്യ നിയന്ത്രിക്കുന്നതോ ആയ കപ്പലുകളിൽ നിന്ന് ടോളുകൾ ഈടാക്കുന്നതിനെക്കുറിച്ച് ഇറാനുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 15 ഇന്ത്യൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെതിരെ ചൈന രംഗത്തെത്തി. US നാവിക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ്ജ കരാറുകളുണ്ട്, മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയെ സംബന്ധിച്ച് നിർണായക പാതയാണ് ഹോർമൂസ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40%, LNGയുടെ 30% ഹോർമൂസ് വഴിയാണ് വരുന്നത്. അതിനാൽ ഇറാൻ US പ്രശ്ന പരിഹാരത്തിനായി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള ചൈനയുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടരുതെന്നും മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്ന എല്ലാ കപ്പലുകളെയും ഉപരോധം ലക്ഷ്യം വയ്ക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു.
ഇറാനിയൻ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും ഉപയോഗിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ നിഷ്പക്ഷമായി നടപടി സ്വീകരിക്കുമെന്ന് സെൻട്രൽ കോം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. അതിനിടെ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ ഇസ്രായേലുമായുള്ള ചർച്ചയിൽ നിന്ന് ലെബനൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം രംഗത്ത് വന്നു. അതിക്രമിച്ചു കയറുകയും അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇസ്രായേലുമായി ചർച്ചയ്ക്ക് തയ്യാറാകരുത് എന്നാണ് ഹിസ്ബുള്ള ആവശ്യപ്പെടുന്നത്. നിരർത്ഥകമായ ചർച്ചകളാണ് ഇവയെന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേലും ലെബനനും തമ്മിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ഹിസ്ബുള്ള തലവൻ നിലപാട് അറിയിച്ചത്. ഹോർമൂസിൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം ലോകരാഷ്ട്രങ്ങൾക്ക് ദൂരവ്യാപക പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുക. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന സമാധാന ചർച്ചയിലാണ്. ഉപരോധത്തെ എതിർത്ത് ചൈന അടക്കം രംഗത്ത് വന്നത് അമേരിക്ക ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.